ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെർഫ്യൂമിനെ കുറിച്ചിട്ടുള്ള മറ്റൊരു വീഡിയോസുമായിട്ടാണ്. എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരമാവധി വീഡിയോസുകൾ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. പെർഫ്യൂമിനെ കുറിച്ചിട്ടുള്ള നല്ല നല്ല അറിവുകളാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അതുപോലെ സ്വന്തമായി പെർഫ്യൂം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിന് അനുയോജ്യമായ വീഡിയോസുകളും എൻ്റെ ചാനലിലൂടെ ലഭിക്കുന്നതാണ്. എൻ്റെ ചാനലിലുള്ള ട്യൂട്ടോറിയൽ വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വന്തമായി പെർഫ്യൂം ഉണ്ടാക്കാൻ സാധിക്കും. മറ്റുള്ള വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് പെർഫ്യൂം, ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ്, എങ്ങനെയാണ് പെർഫ്യൂം ഉണ്ടാക്കുന്നത്, ഇതൊക്കെ നല്ല നിലയിൽ പഠിക്കാൻ സാധിക്കും. എങ്ങനെയാണ് നല്ല ഒരു പെർഫ്യൂം തിരഞ്ഞെടുക്കേണ്ടത്, ഇതിനൊക്കെ പറ്റിയുള്ള ഒരു നല്ല അറിവാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ്, വീഡിയോസുകൾ സ്കിപ്പ് ചെയ്യാതെ പരമാവധി അവസാനം വരെ കാണാൻ ശ്രമിക്കണം. കണ്ടാൽ മാത്രം പോരാ, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വിഷയം എങ്ങനെയാണ് ലാസ്റ്റിംഗ് ചെയ്യുന്ന പെർഫ്യൂം കണ്ടെത്താമെന്ന്. നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കമ്പനികളും അവരുടെ പെർഫ്യൂം ഏത് സമയം വരെ ലാസ്റ്റ് ചെയ്യും എന്നതിനെ കുറിച്ച് അവർ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് എന്ന്. ഇത്തരത്തിലുള്ള പെർഫ്യൂമുകളെ കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അതിനുള്ള അറിവ് നമ്മളിൽ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള പെർഫ്യൂം അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂമുകളെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. എങ്ങനെ നമുക്ക് ഇത്തരത്തിൽ ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂം കണ്ടെത്താൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദമായ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ലാസ്റ്റിംഗ് ചെയ്യുന്ന വിധം അനുസരിച്ച് പെർഫ്യൂം മേഖലയിൽ 5 തരം പെർഫ്യൂം ലാസ്റ്റിംഗ് മെത്തേഡുകളാണ് ഉള്ളത്. അതായത് ഒരു പെർഫ്യൂം നിർമ്മിക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന കണ്ടന്റുകളുടെ, ഫ്രാഗ്രൻസുകളുടെ അളവനുസരിച്ച് അതിന്റെ സമയദൈർഘ്യം, അതിന്റെ ലാസ്റ്റിംഗ്, അതിന്റെ മെത്തേഡ് കോഡ് ഉപയോഗിച്ച് അത് പ്രസിദ്ധപ്പെടുത്തുന്നു. എല്ലാ കമ്പനികളും അവർ ഉപയോഗിക്കുന്ന ഫ്രാഗ്രൻസിന്റെ അളവനുസരിച്ച് അവരുടെ ലാസ്റ്റിംഗ് സമയം അവർ വിൽക്കപ്പെടുന്ന പെർഫ്യൂമിന്റെ കവറിന് പുറത്ത് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഇത്തരത്തിൽ പെർഫ്യൂം 5 മെത്തേഡുകളായിട്ടാണ് അല്ലെങ്കിൽ 5 പെർഫ്യൂം കോഡുകളായിട്ടാണ് നമ്മളിൽ കാണപ്പെടുന്നത്. ഇന്ന് മാർക്കറ്റിൽ കാണപ്പെടുന്ന ഏറ്റവും സമയദൈർഘ്യം കുറഞ്ഞ അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യാത്ത ഒരു ഫോർമുലയാണ് EDF, ഓഡി ഫ്രഷ്. ഈ ഓഡി ഫ്രഷ് എന്ന് പറഞ്ഞാൽ അത് കൂടുതലായും ആഫ്റ്റർ ഷേവ് എന്ന ഗണത്തിലാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതിന്റെ ലാസ്റ്റിംഗ് വളരെ കുറവാണ്. വളരെ കുറവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ലാസ്റ്റിംഗ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഓഡി ഫ്രഷ് വളരെ താഴെത്തട്ടിൽ നിൽക്കുന്നത്. ആഫ്റ്റർ ഷേവ് എന്ന പേരിലാണ് ഇതിനെ കൂടുതലും അറിയപ്പെടുന്നത്. ഇതിന്റെ മുകളിലായി വരുന്നതാണ് EDC അഥവാ ഓഡി കൊളോൺ, EDT ഓഡി ടോയ്ലറ്റ്, EDP ഓഡി പെർഫ്യൂം. അതിന്റെ മേലെ കാണപ്പെടുന്നതാണ് പെർഫ്യൂം. ഏറ്റവും ടോപ്പിലായി കാണപ്പെടുന്നതാണ് പെർഫ്യൂം. ഇതാണ് ഏറ്റവും കൂടുതൽ ലാസ്റ്റിംഗ് ചെയ്യുന്ന പെർഫ്യൂം. കാരണം ഇതിൽ ഉപയോഗിക്കുന്ന ഫ്രാഗ്രൻസിന്റെ അളവ് ഏറ്റവും മികച്ചതാണ്. ഓഡി കൊളോൺ, ഓഡി ടോയ്ലറ്റ്, ഓഡി പെർഫ്യൂം ഇതിനൊക്കെ അപേക്ഷിച്ച് പെർഫ്യൂമിൽ ഇതിൽ ഉപയോഗിക്കുന്ന അളവിന്റെ, ഫ്രാഗ്രൻസിന്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് വളരെ കൂടുതൽ സമയം ലാസ്റ്റിംഗ് ചെയ്യുന്നത്.
EDC അഥവാ ഓഡി കൊളോൺ ഓഡി ഫ്രഷിനേക്കാളും കുറച്ച് അധികം സമയം ലാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പെർഫ്യൂമുകൾ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വളരെ വിരളമാണ് ഇത്തരത്തിലുള്ള പെർഫ്യൂം കാണുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ടുള്ള EDT എന്ന ഫോർമുലയെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ ലാസ്റ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓഡി ടോയ്ലറ്റ് പെർഫ്യൂം ഗണത്തിന്റെ മിഡിൽ നിൽക്കുന്ന ഒന്നാണ്. EDT എന്ന പെർഫ്യൂം കവറിന്റെ പുറത്ത് കാണപ്പെടുന്ന ഓഡി ടോയ്ലറ്റ് എന്ന ലാബലിൽ അറിയപ്പെടുന്ന പെർഫ്യൂമുകൾ മാർക്കറ്റിൽ അത്യാവശ്യം സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് EDT പെർഫ്യൂമുകൾ. ഇത് അത്യാവശ്യം മണിക്കൂറുകൾ പെർഫ്യൂം നമ്മളിൽ ലാസ്റ്റ് ചെയ്തു തരുന്നുണ്ട്. നമ്മളുടെ വസ്ത്രങ്ങളിൽ, ശരീരങ്ങളിലൊക്കെ ലാസ്റ്റിംഗ് ചെയ്യുന്നു. ഇതിൽ ഉപയോഗിക്കുന്ന ഫ്രാഗ്രൻസുകളുടെ അളവാണ് EDT എന്ന ഈ ഫോർമുലയിലേക്ക് ഇതിനെ കൊണ്ടെത്തിച്ചത്. EDT ഓഡി ടോയ്ലറ്റ് ഈ പെർഫ്യൂം 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ, ഇതിന് കുറച്ച് കൂടിയ ബ്രാൻഡുകളാണെങ്കിൽ 8 മണിക്കൂർ വരെ ലാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. എന്നാൽ സാധാരണയുള്ള പെർഫ്യൂമുകൾ 4 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ അതിന്റെ ഇടയിലാണ് ഇത് ലാസ്റ്റിംഗ് ചെയ്തു തരുന്നത്. കാരണം ഇതിൽ ഉപയോഗിക്കുന്ന ഫ്രാഗ്രൻസുകളുടെ അളവ് അത്തരത്തിൽ ആ ഒരു ഫോർമുലയിൽ പെട്ടതാണ്. EDC ഓഡി കൊളോണിനേക്കാളും മികച്ച ഒരു മെത്തേഡാണ് ഈ ഓഡി ടോയ്ലറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ അത്യാവശ്യം സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് ഓഡി ടോയ്ലറ്റ് എന്ന് പറയുന്ന പെർഫ്യൂം. ചില ബ്രാൻഡ് കമ്പനികളുടെ, അതായത് ബ്രാൻഡ് പെർഫ്യൂമുകളുടെ ലാബലിലും ഓഡി ടോയ്ലറ്റ് കാണപ്പെടാറുണ്ട്. കാരണം അവരുടെ ഫ്രാഗ്രൻസ്, അവരുടെ കമ്പനിയുടെ പെർഫ്യൂമുകൾ 8-10 മണിക്കൂർ ചിലപ്പോൾ ഈ ഓഡി ടോയ്ലറ്റ് എന്ന ഫോർമുലയിൽ ലാസ്റ്റിംഗ് ചെയ്തേക്കാം. എന്നാലും ഏറ്റവും കുറഞ്ഞത് ഒരു 7 മണിക്കൂറെങ്കിലും ഈ ബ്രാൻഡഡ് കമ്പനികളുടെ പെർഫ്യൂമുകൾ ഓഡി ടോയ്ലറ്റ് ലേബലിൽ ഉള്ളതാണെങ്കിൽ ഒരു 6-7 മണിക്കൂറെങ്കിലും ലാസ്റ്റ് ചെയ്തേക്കാം. അടുത്തതായി EDP ഓഡി പെർഫ്യൂം. ഒരുപാട് കമ്പനികൾ ഈ ഫോർമുലയിൽ പെർഫ്യൂം മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. ഇത് 4 മണിക്കൂർ മുതൽ 10-12 മണിക്കൂർ വരെ ലാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ പെർഫ്യൂമുകളാണെങ്കിൽ ഒരു 14-16 മണിക്കൂറൊക്കെ ഈ EDP എന്നുള്ള ലാബലിൽ വരുന്ന പെർഫ്യൂമുകൾ ലാസ്റ്റ് ചെയ്ത് കിട്ടാറുണ്ട്. എന്നാൽ സാധാരണയുള്ള കമ്പനികളിലെ EDP പെർഫ്യൂം 4 മുതൽ 10 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ വരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള പെർഫ്യൂമുകളാണ് EDP ലാബലിൽ, അതായത് ഓഡി പെർഫ്യൂം എന്ന ലാബലിൽ മാർക്കറ്റിൽ ഇറങ്ങുന്നത്. ഇത് ലാബ് ടെസ്റ്റഡ് മെത്തേഡാണ്. അതായത് ഇതിൽ ഉപയോഗിക്കുന്ന ഫ്രാഗ്രൻസുകളുടെ അളവും അതിന്റെ ക്വാളിറ്റിയും അനുസരിച്ചാണ് പെർഫ്യൂം കമ്പനികൾ അവരുടെ ഈ ഫോർമുല, ഈ EDP എന്നുള്ള അല്ലെങ്കിൽ EDT, EDC ഇത്തരത്തിലുള്ള ഫോർമുലകൾ ഈ പെർഫ്യൂമുകൾക്ക് പതിക്കുന്നത്. ഇനി അടുത്തതായി ഏറ്റവും ടോപ്പിൽ, ഏറ്റവും മേലെ കിടക്കുന്നതാണ്, എന്നാൽ ഏറ്റവും കൂടുതൽ സമയം ലാസ്റ്റിംഗ് ചെയ്യുന്ന ഒന്നാണ് പെർഫ്യൂം സാധാരണ കമ്പനികൾ മാർക്കറ്റിൽ ഇറക്കാറില്ല. കാരണം പെർഫ്യൂമിന്റെ ലാസ്റ്റിംഗ് സാധാരണയായി ഒരു 18 മണിക്കൂർ മുതൽ 24 മണിക്കൂർ, ചിലപ്പോൾ 32 മണിക്കൂർ വരെ ലാസ്റ്റിംഗ് ചെയ്തേക്കാം. അത് കമ്പനികളുടെ ബ്രാൻഡിങ് അനുസരിച്ചാണ്. നല്ല ഹെവി ബ്രാൻഡഡ് കമ്പനികൾ അവർ ഉപയോഗിക്കുന്ന ഫ്രാഗ്രൻസുകൾ വളരെ ക്വാളിറ്റി ഉള്ളതും വില കൂടിയതുമായ എസൻഷ്യൽ ഓയിലുകൾ ഉപയോഗിച്ച് മാർക്കറ്റിൽ ഇറക്കുന്ന പെർഫ്യൂമുകളാണ് EDP ലാബലിൽ, പെർഫ്യൂം ലാബലിൽ നമുക്ക് കാണപ്പെടുന്നത്. ഈ പെർഫ്യൂമുകൾ നമ്മുടെ ഇടയിൽ വളരെ വിരളമാണ്. കാരണം ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വില കൂടിയ പെർഫ്യൂമുകളിൽ ആണ്. സാധാരണ നമ്മൾ വില കൂടിയ പെർഫ്യൂമുകളുടെ പിന്നാലെ പോവൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പെർഫ്യൂം ചിലപ്പോൾ കിട്ടാതെ പോകുന്നത്. സാധാരണ കമ്പനികൾ പെർഫ്യൂം ലേബലിൽ പെർഫ്യൂം ഇറക്കാറുണ്ടെങ്കിലും അത്ര തന്നെ അത് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല.
അത് EDP മേഖലയിൽ തന്നെയാണ് അതുള്ളത്. അതുകൊണ്ട് നമ്മൾ ബ്രാൻഡഡ് പെർഫ്യൂമുകൾ തിരഞ്ഞെടുക്കുമ്പോൾ EDP അല്ലെങ്കിൽ പെർഫോം ഈ രണ്ട് മേഖലയിലുള്ള, ഈ രണ്ട് ലേബലിൽ അല്ലെങ്കിൽ ഈ രണ്ട് ഫോർമുലയിലുള്ള പെർഫ്യൂമുകൾ തിരഞ്ഞെടുക്കാൻ നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ലാസ്റ്റിംഗ് പെർഫ്യൂമുകൾ ലഭിക്കൂ. ഇത്തരത്തിലാണ് ഓരോ കമ്പനികളും നമ്മോട് അവരുടെ പെർഫ്യൂമുകൾ ലാസ്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് നമ്മളോട് പറഞ്ഞു തരുന്നത്. എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എങ്ങനെയാണ് ലാസ്റ്റിംഗ് ചെയ്യുന്ന പെർഫ്യൂമുകൾ കണ്ടെത്താം എന്നതിനെ കുറിച്ചുള്ള ചെറിയ ഒരു അറിവ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വേണമെങ്കിൽ മാർക്കറ്റിൽ എന്റെ പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. കാരണം പെർഫ്യൂമിന്റെ വളരെ നല്ല ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ പെർഫ്യൂം തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു വലിയ ഒരു കാര്യമാണ് ഈ ലാസ്റ്റിംഗ് മെത്തേഡ് ഫോർമുല. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ടവരും അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്ത് നിങ്ങൾ ആരെയൊക്കെ കാണിക്കുന്നുവോ അവരൊക്കെ നല്ലൊരു പെർഫ്യൂം തിരഞ്ഞെടുക്കാൻ സാധിക്കട്ടെ. കാരണം ഇത്തരത്തിൽ നല്ല പെർഫ്യൂമുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നത്. എന്റെ വീഡിയോസുകൾ കണ്ടിട്ടും നിങ്ങൾക്ക് നല്ല പെർഫ്യൂം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോസുകൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ പെർഫ്യൂമിൽ നിങ്ങൾക്ക് അത്ര താല്പര്യമില്ല എന്നാണ് അർത്ഥം. എന്നാൽ നിങ്ങൾക്കും നല്ല പെർഫ്യൂം തിരഞ്ഞെടുക്കുന്ന ആ ഒരു കൂട്ടത്തിൽ ആവാൻ ശ്രമിക്കണം. എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ. ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോസുകളുമായി, പെർഫ്യൂമിന്റെ മികച്ച അറിവുകളുമായി നിങ്ങളിലേക്ക് വരുന്നതാണ്. പരമാവധി വീഡിയോസുകൾ അവസാനം വരെ കാണാൻ ശ്രമിക്കണം, സ്കിപ്പ് ചെയ്യരുത്. പരമാവധി ഷെയർ ചെയ്യണം. പെർഫ്യൂമിനെ സ്നേഹിക്കുന്നവർക്ക് ഈ വീഡിയോസുകൾ ഉപകാരപ്പെടട്ടെ. പെർഫ്യൂം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എൻ്റെ വീഡിയോസുകൾ ഉപകരിക്കട്ടെ. നിങ്ങളുടെ ഒരു ഷെയർ ഒരുപക്ഷെ നല്ലൊരു മേഖലയിൽ എന്നെയും പെർഫ്യൂമിനെ സ്നേഹിക്കുന്നവരെയും എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പരമാവധി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമന്റ് എല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് എൻ്റെ വിജയം. ഇനിയും പെർഫ്യൂമിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.